എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാതാധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 4 മുതൽ 9 വരെ. മത്തായി 21:4 മുതൽ 9 വരെ. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രനു ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ യെരുശലേം പ്രവേശനത്തിൻ്റെ വളരെ ഭംഗിയായ ഒരു ചിത്രീകരണമാണ് വിശുദ്ധ മത്തായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവന്നു എന്നാണ് നമ്മൾ കാണുന്നത്. സക്കറിയ പ്രവാചകൻ്റെ പ്രവചനമാണ് മത്തായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു പൊയറ്റിക് പാരലലിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമാന്തര ശൈലിയിൽ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായത്തിൻ്റെ 9 വാക്യമാണ്. പഴയ നിയമത്തിൽ ഒരുവൻ കഴുതപ്പുറത്ത് കയറിയിരുന്നത് സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ലും സംഖ്യ 22-ലും ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. ശലോമോനെ ദാവീദ് കഴുതപ്പുറത്ത് കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി രാജാവായി അഭിഷേകം ചെയ്തു. ഇങ്ങനെ ശലോമോൻ സമാധാനത്തിൻ്റെ രാജാവായി. ശലോമോൻ ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. ഈ ഘോഷയാത്രയിൽ നിരവധി സവിശേഷതകളുണ്ട്. മറുലോകത്തിലെ മഹത്വത്തിനു വേണ്ടി അതിൽ സകല ദൈവമക്കളും ഉൾപ്പെട്ടിരുന്നു. ലോകസ്ഥാപനം മുതൽ ഒരുക്കം നടത്തിയിരുന്നു. ഈ ലോകത്തിലെ മഹത്വം ക്രിസ്തുവിന് താല്പര്യമില്ലായിരുന്നു. കഴുതപ്പുറത്ത് കയറിയിരുന്നു എന്ന് കാണുന്നു. മറ്റ് ചില ഭാഷാന്തരങ്ങളിൽ അവയുടെ മേൽ ഇരുന്നു എന്നുണ്ട്. ഹി സാറ്റ് ഓൺ ദം. എന്തായാലും 2 കഴുതകളുടെ പുറത്ത് ഒരാൾക്ക് കയറിയിരിക്കാൻ സാധിക്കില്ല. അതൊരു പ്രയോഗമാണ്. കഴുതക്കുട്ടിയുടെ മുകളിൽ ഇരിക്കുകയും ഒരു പക്ഷെങ്കിൽ മത്തായിയുടെ വിവരണം അനുസരിച്ച് ഈ കഴുതക്കുട്ടിയുടെ അമ്മ അതിൻ്റെ കൂടെ അതിന് ഭയമില്ലാതിരിക്കാൻ നടന്നു വരികയും ചെയ്തിട്ടുണ്ടാവാം. ആ സാധു കഴുതയ്ക്ക് യേശു കർത്താവിനെ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇന്നത്തെ സാധ്യത സുവിശേഷവാഹികളായി കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് എന്നതാണ്. കർത്താവിനെ വഹിക്കാൻ അല്ലെങ്കിൽ സുവിശേഷവാഹകരായി നാം ഈ ഒരു കർത്തവ്യമാണ് നിർവഹിക്കേണ്ടത്. കഴുതയെ അഴിച്ചുകൊണ്ട് വന്നതുപോലെ പാപച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മെ അവൻ സ്വതന്ത്രരാക്കി. ഭോഷത്വത്തിൻ്റെ പ്രതീകമായ കഴുത ഇപ്പോൾ യേശുവിൻ്റെ വാഹനമായി മാറി ആ മഹത്വത്തിൻ്റെ ഒരു ഭാഗമായി. കർത്താവിനെ വഹിക്കുന്നത് പോലെ ശ്രേഷ്ഠവും ഭാഗ്യവുമായ മറ്റൊന്നും ഈ ലോകത്തിൽ നമ്മുടെ ആയുസ്സിൽ ലഭിക്കാനില്ല. അഴുക്കുവഴിയിൽ നിന്നും നല്ല വഴിയിൽ, പുതിയ വഴിയിൽ കൂടെ യാത്ര ചെയ്യാൻ കഴുതയ്ക്ക് സാധിച്ചു. മരച്ചില്ലകൾ ഒക്കെ വിരിച്ച്, വസ്ത്രങ്ങൾ വിരിച്ചിരിക്കുന്ന, കാല് നോവാത്ത ഇടങ്ങളിലൂടെ ജനക്കൂട്ടത്തിൻ്റെ ആരവാരങ്ങൾക്കിടയിലൂടെ ഒരു കഴുത നടന്നു പോകുന്നത് അതിൻ്റെ ജീവിതത്തിൽ ആദ്യമാവാം. അതിനാ ഒരു ആദരവ് ലഭിക്കുന്നത്
അല്ലെങ്കിൽ അതിൻ്റെ വഴി സുഗമമായത് കർത്താവിനെ വഹിച്ചത് കൊണ്ടാണ്. യേശുവിനെ വഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഉന്നതമായ വഴിയിലൂടെ ആ മഹത്വത്തിൻ്റെ ഭാഗമായി മുന്നേറാൻ സാധിക്കുന്നു. ആ കഴുത യേശുവിനെ വഹിച്ചുകൊണ്ട് യെരുശലേമിലെത്തി. പാപബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ സ്വർഗീയ യെരുശലേമിൽ എത്തിച്ചേരാമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് സ്വർഗീയ യെരുശലേം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു കോൺസെപ്റ്റാണ്. നമ്മൾ സുവിശേഷത്തിൻ്റെ വാഹകരാകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കർത്താവിന് വേണ്ടി ശിരസ് കുനിച്ചു കൊടുക്കാൻ ദൈവവചനം വഹിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മുടെ ആയുസ്സിൽ ഇടവരട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവാഹികളായി ദൈവവചനത്തിൻ്റെ വാഹകരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഭാഗ്യം അതിലാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജീവിക്കുന്ന എല്ലാ രംഗങ്ങളിലും, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ യാത്രാവേളകളിൽ, കണ്ടുമുട്ടലുകളിൽ ദൈവവചനത്തിൻ്റെ വാഹികളായിരിക്കാനുള്ള ഭാഗ്യവും കൃപയും നൽകണമേ. ഇന്ന് പകലിൽ കർത്താവെ, അങ്ങനെ സുവിശേഷത്തിൻ്റെ വെളിച്ചമുള്ളവരായി മറ്റുള്ളവരോട് ഇടപെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയും വഴി നടത്തലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.